ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംസൺ 5 years മുമ്പ് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ഒരു സൈറ്റ് ഇൻസ്പെക്ഷനാണ് നമ്മൾ പോകുന്നത്. വെച്ചാൽ വീടിൻ്റെ ഇൻസ്പെക്ഷൻ, വീട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. കാരണം ആ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നതായിരുന്നു. ഇന്ന് അവർ മാറിയിട്ടുണ്ട്, വാടകക്കാർ മാറിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലയൻറ്റ് ഇവിടെ ഇല്ല, ക്ലയൻറ്റ് US-ലാണ്. ഞങ്ങൾ ആക്ച്വലി കോവിഡിന് മുമ്പേ നമ്മൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് ഫൗണ്ടേഷൻ ഏകദേശം എൻ്റെ ഐഡിയയിൽ ഫൗണ്ടേഷൻ തീരുന്ന സമയത്താണ് ക്ലയൻറ്റ് US-ലോട്ട് പോയത്. പിന്നെ ക്ലയൻറ്റ് തിരിച്ച് ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങളെല്ലാം ഓവർ ഫോൺ വഴിയാണ് എല്ലാം മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം വീടിൻ്റെ അടുത്തെത്തി. നമ്മൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ളത്. ഇപ്പോൾ ഏതാണ്ടൊരു 5 to 6 years ആയി നമ്മൾ ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം. എനിക്ക് തോന്നുന്നു രണ്ട് ടീമാണ് ഇതിനകത്ത് താമസിച്ചിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ താമസിച്ചവർക്കെല്ലാം പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്താണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ലക്കി വീടാണ്. അപ്പം പിന്നെ എന്തായാലും എൻ്റെ ജോലി ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലയൻറ്റ് എന്നെ അറിയിച്ചേക്കുന്നത് പോയി കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീട് ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തത് കോവിഡ് സമയത്തായിരുന്നു. കണ്ടംപററി സ്റ്റൈലൊക്കെ ആയി വീട് ചെയ്തത്. പക്ഷേ ഇപ്പം പെയിൻ്റൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്ത് മാത്രം ഇച്ചിരി ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. മേ ബി ഒരു പായൽ പിടിച്ചിട്ടുണ്ട്. ബാക്കി എക്സ്റ്റീരിയർ വലിയ ഇഷ്യൂ ഇല്ല, നീറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഞങ്ങളൊരു ലോങ് സ്ലൈഡിങ് ഗേറ്റാണ് വെച്ചേക്കുന്നത്. ഒരു വലിയ സ്ലൈഡിങ് ഗേറ്റാണ്, നീളത്തിലുള്ള സ്ലൈഡിങ് ഗേറ്റാണ് വെച്ചേക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി ഇപ്പം ഗേറ്റ് ചെയ്തിട്ട് ഇപ്പം 5 to 6 years ആയി. നോക്കിയാൽ നമ്മൾ സാധാരണ ഒരു സ്ലൈഡിങ് ഗേറ്റ് ചെയ്യുവാണെങ്കിൽ ഓപ്പണിങ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള മെക്കാനിസമാണ് ഈ ഗേറ്റിന് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നീറ്റായിട്ട് ഇപ്പോഴും നമുക്ക് സുഖമായിട്ട് ആർക്ക് വേണമെങ്കിലും ഇതിനെ സുഖമായിട്ട് ഓപ്പൺ ചെയ്യുക, അടയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റർലോക്കിലെല്ലാം അത്യാവശ്യം ചെറിയ ഗ്രാസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി. കോമ്പൗണ്ട് വാൾ മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അകം ഒന്ന് നോക്കാം. ഇതൊരു ചെറിയ സിറ്റ് ഔട്ടാണ്. ഇതൊക്കെ നമ്മൾ അന്ന് കൊടുത്തത് 6 കൊല്ലത്തിന് മുമ്പ് കൊടുത്തത് നമ്മൾ ടീക്കിൻ്റെ 7 inch ഫ്രെയിമും ഒരു ടീക്ക് ഡോറൊക്കെയാണ് അന്ന് ചെയ്ത് കൊടുത്തിരുന്നത്. നേരെ ഒരു പൂജാ റൂമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഒരു പൂജാ റൂമാണ്. ഡോർ തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പൂജാ റൂമാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒട്ടിച്ചിരുന്ന വാൾപേപ്പർ എല്ലാം ഫുൾ ഡാമേജ് ആയി, എല്ലാം ഇളവിയിരിക്കുകയാണ്. പിന്നെ പെയിൻറ്റിങ് അത്യാവശ്യം നല്ല അഴുക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെയൊക്കെ പെൻസിൽ വെച്ച് വരച്ചുള്ള കുറേ ഡാമേജസ് ഒക്കെ എല്ലാ വോളിലും ശരിക്കും ഉണ്ട്. നമ്മളിതെല്ലാം സ്ലൈഡിങ് ഗ്ലാസ് എന്ന് വെച്ചാൽ അന്ന് നമ്മൾ സ്ലൈഡിങ് ഗ്ലാസ് നമ്മളന്ന് ചെയ്ത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റും അതായിരുന്നു. അപ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി കൂടാൻ വേണ്ടി. അപ്പോൾ അത് ഗ്ലാസ് എല്ലാം നിറയെ അഴുക്കുക, അതൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നെ അതുപോലെ ഒരു ബ്ലൈൻഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരുന്നത്. അന്ന് ഈ ബ്ലൈൻഡ്സ് ഒക്കെയാണ് അന്നത്തെ കുറച്ച്. ഇപ്പോൾ സീബ്ര ബ്ലൈൻഡ്സ് ഒക്കെ അന്ന് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ഒക്കെ അന്ന് കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ബ്ലൈൻഡ്സാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് പല ലീഫൊക്കെ മിസ്സിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ കിച്ചണിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഈ കിച്ചണിൻ്റെ ക്യാബിനറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ കിച്ചണിൻ്റെ അകത്ത് ഭയങ്കര അഴുക്കാണ്, അവരത് ക്ലീൻ ചെയ്തിട്ടില്ല. അതൊരു വലിയ വിഷയമാണ്. കാരണം കിച്ചൻ്റെ ഇൻസൈഡ് മൊത്തം നിറയെ അഴുക്കാണ്, അത് ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ ഹുഡും ഹോബൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഹിൻഡ്വെയറിൻ്റെ പ്രൊഡക്റ്റൊക്കെയാണ് നമ്മൾ അന്ന് ഫിക്സ് ചെയ്തത്, അതൊക്കെ വർക്കിംഗ് ആണ്. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കാണുന്നില്ല. മേളിൽ ഞങ്ങൾ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തതാണ്. പക്ഷേ ഇതിനൊന്നും വലിയ ഡാമേജസ് ഒന്നും വന്നിട്ടില്ല, കുഴപ്പമില്ല. ഇനി ഒരു 5-10 കൊല്ലം സുഖമായിട്ട് പൊയ്ക്കോളും. വേറെ വിഷയങ്ങളോ സിങ്കിൻ്റെ സൈഡിൽ നിന്ന് ലീക്കോ അങ്ങനെ ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. താഴെ കബോർഡ് എല്ലാം നീറ്റാണ്. സാധാരണ രീതിയിൽ നമ്മളിപ്പം കിച്ചൻ്റെ സൈഡൊക്കെ കംപ്ലീറ്റ് ഡാമേജ് ഒക്കെ ആയിപ്പോവും. ഇപ്പം ഇത് റെന്റിന് കൊടുത്തിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ടിടത്തോളം. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ വേറൊരു കുറച്ച് നമ്മൾ ചെയ്ത വീടായതുകൊണ്ട്, നേരത്തെ നമ്മൾ ചെയ്ത വീടായതുകൊണ്ട് ഞാൻ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മളിവിടെ അന്ന് ഫെസിലിറ്റി കൊടുത്തിരുന്നത് ഞാൻ കാണിക്കാം. ഇവിടെ ചെറിയൊരു ഓഫീസ് റൂമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പം ഇവിടെ നമ്മൾ അതുകൊണ്ട് ഓഫീസ് റൂം ആയതുകൊണ്ട് ഒരു ഗ്ലാസ് ഡോർ, ബിക്കോസ് ഇത് ടെക്നോ പാർക്കിൻ്റെ വളരെ അടുത്താണ് ഈ വീട് നിൽക്കുന്നത്. അപ്പം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ വീട് വളരെ ബെനിഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനും ഒരു ഓഫീസ് റൂം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗ്ലാസ് ഡോറൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ഫ്രണ്ട് വ്യൂ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും നമുക്ക് ഇനിയുള്ള ആർക്കെങ്കിലും ഈ വീട് റെന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. മാത്രമല്ല ഇവിടെ കുറച്ച് കാം സ്ഥലമാകും, നമുക്ക് വലിയ ബഹളമൊന്നുമില്ല. എന്നാൽ ഒരു 4 to 5 kilometers ടെക്നോ പാർക്കിന്റെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസും കൂടെ. അതുപോലെ ഈ വാഷ് കൗണ്ടർ കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ ഈ എഡ്ജസ് എല്ലാം ഡാമേജ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് പെയിന്റിങ്, ഈ സൈഡെല്ലാം അത്യാവശ്യം നമുക്ക് പെയിന്റിങ്ങിന്റെ ഒരു ആവശ്യമുണ്ട്. ഇനി നമുക്ക് മേലോട്ട് നോക്കാം.
അപ്പം ഈ ബേസിക്കലി ഉള്ള ഒരു കൂടുതലും കാണുന്നത് അഴുക്കാണ്, വാൾ പെയിന്റിനകത്തുള്ള കൂടുതലും അഴുക്കാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇതൊരു 1500 ഒരു വീടാണ്, ഒരു ബഡ്ജറ്റ് കസ്റ്റമർ ബഡ്ജറ്റ് ഓറിയന്റഡ് ചെയ്തൊരു വീടാണ്. പിന്നെ അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിനും സെയിം പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന വോളൊക്കെ എല്ലാം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് വെൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ആവശ്യം. അതേപോലെ തന്നെ ഇവിടെ ആക്ച്വലി നമുക്ക് പിന്നെ ഈ AC-യുടെ ഹോളൊക്കെ അവർ അടിച്ചത് ഓപ്പൺ ആക്കി ഇട്ടേക്കും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് അവിടെ ഒരു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നാളെ അടുത്തൊരാൾക്ക് വരുമ്പം അവർക്ക് ആ ഹോൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു PVC പൈപ്പ് അതിനകത്തൂടെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നീറ്റായി. ഇതിപ്പോൾ ഇങ്ങനെ ഹോൾ അടിച്ച് വെക്കുമ്പോൾ അത് കാണുമ്പോൾ വൃത്തിയിടാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ നമ്മളിതിപ്പം ഒരു സിറ്റ് ഓപ്പൺ ടെറസിലോട്ട് പോകുന്നൊരു വഴിയാണ്. അപ്പം ഇവിടെ ഒരു വലിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇതാണ് ഇവിടെ എല്ലാം അഴുക്കുക. അപ്പം എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഇവിടെ നമ്മളൊരു ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പെയിൻ്റൊക്കെ ഈ പായലൊക്കെ ആയി ആകെ ഇത് പിടിച്ച് അഴുക്കായിട്ടിരിപ്പുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതേപോലെ നമ്മുടെ വീടിൻ്റെ പിന്നെ ഓപ്പൺ ടെറസൊക്കെ നമ്മളൊരു അന്നൊരു പെഡ്ലൈറ്റിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഇത് വാഷ് ചെയ്താൽ മതി. ഈ കോട്ടിങ് ഓൾറെഡി അകത്തുണ്ടായതുകൊണ്ട് വലിയ ഡാമേജ് വന്നിട്ടില്ല. ഇത് വാഷ് ചെയ്യുമ്പം ഇതെല്ലാം നീറ്റാവും. എക്സ്റ്റീരിയർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഓവറോൾ ഞാൻ എൻ്റെ ഇൻസ്പെക്ഷനകത്ത് എനിക്ക് പറയാനുള്ളത് പെയിൻറ്റിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വന്നിട്ടുണ്ട്. പിന്നെ പ്ലംബിങ്ങിനകത്ത് കൊച്ചു കാര്യങ്ങളുണ്ട്. ലൈക്ക് ഷവറിൻ്റെ ഹെഡിൻ്റെ ഡാമേജ് ഉണ്ട്. അങ്ങനെ ഹെൽത്ത് ഫോസ്റ്റ് അത് നാച്ചുറലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യങ്ങളാണ്, നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. പിന്നീട് ഓവറോൾ ഓക്കെ ഫൈൻ, നല്ലൊരു സ്പേസ് ആണ്. അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ സൈഡിലാണ് കാറിൻ്റെ പാർക്കിംഗ് സ്പേസ് ഒക്കെ നല്ല 2-3 വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഓവറോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നമുക്ക് കുഴപ്പമില്ല, നമുക്കിത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ സാറിന് നീറ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് ഉടനെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം.